നമുക്കിന്ന് നല്ല വലിയ കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. നമുക്കത് ചെമ്മീൻ അച്ചാറിടാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കൊഞ്ചെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നമുക്കൊരു നാരങ്ങ എടുത്ത് അതിൻ്റെ പകുതി നാരങ്ങ നീര് ചേർത്ത് നന്നായിട്ട് നമുക്ക് അത് മിക്സ് ചെയ്ത് വെക്കാം. കുറച്ച് എനിക്ക് ഏകദേശം ഞാൻ ഒരു മണിക്കൂറെങ്കിലും അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരിക്കാം. അതിന് ശേഷം നമുക്കത് നല്ല ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ, ഞാൻ റിഫൈൻഡ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അച്ചാറിടാൻ വേണ്ടിയിട്ട്. അപ്പം ഒഴിച്ച് ചൂടായതിന് ശേഷം നമുക്കത് കൊഞ്ചെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. നല്ല വലിയ കൊഞ്ചായിരുന്നു, അതുകൊണ്ട് നന്നായിട്ട് അതല്ല അച്ചാർ ഇടുമ്പോൾ നമുക്ക് ആ ചെമ്മീൻ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കേടായി പോകും അച്ചാർ നന്നായിട്ട് മൂത്തില്ലെങ്കിൽ. അങ്ങനെ അതെല്ലാം നന്നായിട്ട് മൂപ്പിച്ച് എടുത്തതിന് ശേഷം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, കുറച്ച് കടുക്, കുറച്ച് വിനാഗിരി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടത് മിക്സിയുടെ ജാറിനകത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോയ ശേഷം വീണ്ടും നമുക്കൊരു പാത്രം ഞാൻ ഒരു ഉരുളിയാണ് അടുപ്പത്ത് വെച്ചത്. ഉരുളി അടുപ്പത്ത് വെച്ച് അതിനകത്തോട്ട് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കടുകിട്ട് പൊട്ടിയതിന് ശേഷം വറ്റൽമുളകും ഇട്ട്, പിന്നെ അതിനകത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ആ പേസ്റ്റാക്കി വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെയും കടുകിൻ്റെയും കൂടെ പേസ്റ്റ് ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് മൂപ്പിക്കണം കേട്ടോ. നന്നായിട്ട് ചുമന്ന് വരുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി, 3 സ്പൂൺ മുളക് പൊടി ഉപയോഗിച്ചു, പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇത്തിരി ഉലുവാപ്പൊടി, ഇത്രയും കൂടെ നന്നായിട്ട് മൂപ്പിച്ച്, പിന്നെ ആ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് അത് മതി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊഞ്ചിനകത്ത് ഉപ്പിട്ടല്ലേ വെറുതെ വെച്ചാൽ അത് ഇത്രയും കൂടെ നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് കൊഞ്ചിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇറക്കാൻ നേരത്ത് നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് ഇറക്കാം. ഇത് കുറേ നാൾ, ഏകദേശം ഒരു 2-3 മാസം വരെയൊക്കെ നമുക്ക് കേടാവാതിരിക്കും. അപ്പം നല്ല അച്ചാറായിരുന്നു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. ബൈ ഫ്രണ്ട്സ്, ബൈ.